ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ വണ്ടിക്കടുത്തോട്ട് പോയി. ആഡ് ബ്ലൂ നിലവിൽ വണ്ടിയിൽ കുറവാണ്. അടുത്ത യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആഡ് ബ്ലൂ ഫില്ലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ബീഹാറിൽ നിന്ന് ഡീസൽ അടിച്ചു വാങ്ങിയ ഓരോ ബക്കറ്റ് ആഡ് ബ്ലൂ നമ്മുടെ കയ്യിലുണ്ട്. ഓരോ വണ്ടിയിലും ഓരോ ബക്കറ്റ് ആഡ് ബ്ലൂ വെച്ച് ഒഴിച്ച ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. മിക്ക ദിവസം രാവിലെ ഒരു 5 മണിക്ക് മുമ്പേ നമ്മൾ എണീറ്റിട്ട് 5 മണി ആ സമയത്ത് നമ്മൾ വണ്ടി എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് വല്ല റീസൺ ഉണ്ടോ? 5 മണിക്കൊക്കെ എടുക്കുവാണെങ്കിൽ രാവിലെ എന്തായാലും വലിയ തിരക്കാണത്തില്ല. അപ്പൊ കുറച്ചു ദൂരം നമുക്ക് കവർ ചെയ്യാം. അതുമാത്രം വലിയ ചൂടും കാണത്തില്ല, നല്ല സുഖമായിരിക്കും. എഴുന്നേറ്റൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് റെഡി ആയിട്ട് വണ്ടി എടുക്കുവാണെങ്കിൽ അപ്പൊ നമുക്ക് പകല് ഭക്ഷണം കഴിക്കാനൊക്കെ കുറെ സമയമുണ്ടല്ലോ, വേസ്റ്റ് ആവാതെ. അത് ബാലൻസ് ചെയ്യണം. അപ്പൊ രാത്രി ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് വണ്ടി നമുക്ക് സൈഡ് ആക്കുകയും ചെയ്യാം. ഇതൊക്കെ 4, 5, 6 ദിവസം വണ്ടി കൂടുന്നുള്ളൂ. ബാക്കി മുഴുവൻ ഹാൾട്ടല്ലേ. അപ്പൊ ഉള്ള സമയത്ത് കറക്റ്റായിട്ട് ഓടിയൊക്കെ പോവാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലാണ്. അത്രയും ദൂരം കവറും ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് ലേറ്റായി എണീക്കുകയാണ്. ഇപ്പൊ 8 മണിക്കാണ് എണീക്കുകയെങ്കിലുള്ള താമസിച്ച് എഴുന്നേറ്റാല് ഒരു 3-4 മണിക്കൂർ നമുക്ക് പോയി നമ്മുടെ. അപ്പൊ അത്ര നേരം കൊണ്ട് എത്ര ഒരു ആവറേജ് ഒരു 200 കിലോമീറ്ററെങ്കിലും 4 മണിക്കൂർ ഉണ്ടെങ്കിൽ ഓടാം. ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ. ഇതാണ് പ്രധാന കാരണം. രാവിലെ ആകുമ്പോൾ വണ്ടി ഓടിക്കാൻ ഒരു സുഖം. ഒരു ചായയൊക്കെ വണ്ടി എടുത്ത് കുടിച്ചിട്ട് തണുത്ത കാറ്റൊക്കെ കൊണ്ട്. അതെ, ഇവിടെ ക്ലൈമറ്റ് നല്ലേ. രാവിലെ പ്രായമുള്ളവർ തൊട്ട് പിള്ളേർ തെറ്റ് മുഴുവൻ ഓട്ടം, ചാട്ടം, എക്സർസൈസ്. അത് ബീഹാറിലാണ്. എനിക്ക് ഇതിലൊക്കെ മിലിറ്ററിയിലൊക്കെ പോകാനൊക്കെ ആയിട്ട് അവളുടെ പരിശീലനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. അത് പെൺകുട്ടികളും എല്ലാം ഉണ്ട്. സ്പോർട്സ് ആണ്. സ്പോർട്സില് അത് നമ്മൾ രാവിലെ യാത്ര നല്ലോണം കാണാം. ഒരുപാട് സ്ഥലത്ത് തന്നെ കണ്ടല്ലോ. നമ്മളെല്ലാവരും കളിക്കാനൊക്കെ പോയിട്ടുണ്ട്, ഓടുന്നവരുണ്ട്. അതൊക്കെ ശരിക്കും ഒരു ഏജ് ഗ്രൂപ്പിലുള്ളതായിരിക്കും. ഇതങ്ങനെയല്ല, ഇത് എല്ലാ പ്രായത്തിലുള്ളവര് ലേഡീസ് ഉൾപ്പെടെ ഓടാൻ പോകുന്നതാണ് ഇവിടെ ജാക്കറ്റില്. നീ അടിയാളിയാ പണിയെടുത്ത് ജീവിക്കാം. ഞാൻ പണ്ട് ഇവര് കടയൊക്കെ തുടങ്ങി അവിടെ കച്ചവടം നടത്താൻ പറ്റും. ആരും പാട്ടേക്കുന്നതായിരിക്കും. എന്താ വില കൊടുത്തൂടെ? എടാ മനുഷ്യത്വം ഇല്ലാതെ പെരുമാറുന്നത്. രാത്രി മകളിലാണ്ട് പാട്ടി കൊടുക്കുന്ന പൈസയാ. അവന് രാത്രി പകലില്ലാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതാണ് കേട്ടോ. ഇന്ത്യയല്ല, കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പൈസ കൊടുത്താൽ പറ്റും. അതെ, ഇന്ത്യ മുഴുവനും കൊടുക്കാറുണ്ടല്ലേ. ജോലി ചെയ്യണമെന്നേ, ആരോഗ്യം ഉണ്ടല്ലോ എല്ലാവർക്കും.